നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് പെരുമ്പാവൂർ MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്ക് ഹൈക്കമാൻഡ് സീറ്റ് നിഷേധിച്ചു എന്നാണ്. അദ്ദേഹം ഒരു സ്ത്രീപീഡന കേസിലെ പ്രതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് ഹൈക്കമാൻഡ് സീറ്റ് നിഷേധിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ഒരു കേസിൽ പ്രതിയായിരുന്നു കോവളം MLA ആയ M. വിൻസെൻറ്റും. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നറിയില്ല. ഏതായാലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് വളരെ കർശന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഈ വാർത്ത സത്യമാണെങ്കിൽ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരാൾ നിയമത്തിന് മുന്നിൽ കളങ്കിതനായി നിൽക്കുമ്പോൾ അയാൾ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അയാളെ ജനപ്രതിനിധിയാക്കാതിരിക്കുക എന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് അവരുടെ. കാരണം ഈ വ്യക്തി ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ഒരു ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ അത് കേസുമായി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ കോൺഗ്രസ് ഇത്തരത്തിൽ ഉള്ള ഒരു തീരുമാനമെടുത്തത് ഏറ്റവും ഉചിതം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതേസമയം എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുതിർന്ന കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല പോലുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ഗ്രൂപ്പ് കാരണമായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുന്ന സമുദായത്തിൻ്റെ വിരോധം സമ്പാദിക്കേണ്ട എന്ന് കരുതിയായിരിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എങ്കിൽ പോലും കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളെ ഒരു ജനപ്രതിനിധികളായ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മര്യാദയുള്ള കാര്യമല്ല. അതേസമയം CPM സംബന്ധിച്ചിടത്തോളം എൽദോസ് കുന്നപ്പള്ളി നാളെ ഈ പാർട്ടി വിട്ട് CPM ചേരുകയാണെങ്കിൽ ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുകയും അവനെ ന്യായീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും അവരുടെ രീതി എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് നേതൃത്വം പെരുമ്പാവൂരിൽ നോക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും കോൺഗ്രസിൻ്റെ സീറ്റ് നിർണയ ചർച്ചകൾ ഇപ്പോഴും അനിശ്ചിതമായി നീളുകയാണ്. മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തന്നെ താൻ ചർച്ച നടത്താനൊന്നും അല്ല വന്നത് എന്നായിരുന്നു. രാവിലെ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം പല ടെർമിനലുള്ളതിൽ അപ്രതീക്ഷിതമായ ഒരു ടെർമിനലിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ ഏതായാലും മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തന്നെയാണ് അദ്ദേഹം നന്നായി ശ്രമിച്ചിരുന്നത്. പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ പിന്നെ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ താൻ ആരാണ്, താൻ ഒന്നുമല്ല പാർട്ടിയിൽ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം വളരെ വിനയത്തോടുകൂടിയാണ് സംസാരിച്ചത്. എങ്കിൽ പോലും തൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും K. സുധാകരൻ കർശന നിലപാട് തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. K. സുധാകരനും അടൂർ പ്രകാശിനും ഒടുവിൽ ഹൈക്കമാൻഡ് സീറ്റ് നൽകേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സംശയം തന്നെയാണ് ഇപ്പോഴും വരുന്നത്. കാരണം K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കർക്കശ നിലപാടുകാരനാണ്. അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഒരു ഓഫർ അദ്ദേഹത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്നുള്ളതായിരുന്നു. അതായത് UDF വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ പറ്റും, വേണമെങ്കിൽ മുഖ്യമന്ത്രി വരെ ആകാനുള്ള ഒരു അവകാശം അത് ഉന്നയിക്കാൻ യോഗ്യതയുള്ള ആളാണ് K. സുധാകരൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത്ര നല്ലതല്ല എന്നൊക്കെയുള്ള വാർത്തകൾ പരക്കുമ്പോഴും K. സുധാകരൻ ഇപ്പോഴും അതിശക്തമായ തോതിലുള്ള അണികളുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ട്. അദ്ദേഹത്തിന് ആദ്യം സീറ്റ് നിഷേധിച്ചു എന്ന വാർത്ത പുറത്തുവന്നതിന് തൊട്ട് പിന്നാലെ തന്നെ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇന്ദിരാഭവനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നതായും പിന്നീട് സുധാകരൻ തന്നെ അത് തടഞ്ഞതായും ഒക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് കൂടാതെ കണ്ണൂരിലെ DCC ഓഫീസിന് മുന്നിൽ വരെ സുധാകരൻ്റെ അനുയായികൾ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഫ്ലക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ K. സുധാകരൻ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് 100% ഉറപ്പാണ്. എങ്കിൽ പോലും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കും, എങ്ങനെ നിലനിർത്താൻ കഴിയും, എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നുള്ള ചോദ്യവും അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇരുകൂട്ടരും കർശന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പോയ നേതാക്കളടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല പോലുള്ള ആളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ തന്നെയായിരിക്കാം ശ്രമിക്കുക. എന്താണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇന്നത്തെ ഈ ഒരു തീരുമാനത്തോടു കൂടി ഇല്ലാതാവുകയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരെ പിണക്കിയാലും ഇതൊരു നല്ല തീരുമാനമാണ് എന്ന് തന്നെ പറയണം. സമാനമായ രീതിയിൽ ആരോപണം വന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്.